നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഭയക്കാതെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനം എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഒരു തീരുമാനത്തിൻ്റെ ഒപ്പം നിന്ന നമ്മൾ എടുക്കുന്ന ആ തീരുമാനത്തെ പിൽക്കാലത്ത് ശരിയാക്കാനായിട്ട് നമുക്ക് പറ്റും. ഭയക്കാതെ ആ തീരുമാനത്തിലേക്ക് കിടക്കുക, നോ ഫിയർ എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് ഓടിച്ച കഥ പറഞ്ഞില്ലേ, എനിക്ക് അതിലും ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒറ്റ തവണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയാം, ദുബായി പോയി കഴിഞ്ഞാൽ അവിടെ സ്കൈ ഡൈവ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽക്കേ ഏറ്റവും ഭയമുള്ളത് ഉയരത്തോടായിരുന്നു. ഒരു 5 നില കെട്ടിടത്തിൻ്റെ മേളിൽ കയറി നിന്ന് കീപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിക്കട ഇങ്ങനെ ഒരു വാള് കടന്നു പോകുന്ന പോലെ, ഒരു മിന്നലടിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എപ്പോഴും. എന്നെ ഉടൻപടത്തിൻ്റെ ഭാഗമായിട്ട്, ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് സ്കൈ ഡൈവ് ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു കുഞ്ഞു വിമാനമാണ്, ഒരു ഓംനിയുടെ അത്രയും വലിപ്പമുള്ളൊരു വിമാനമാണ്. അതിലേക്ക് ഏറ്റവും അവസാനം കയറുന്നത് ഞാനായിരുന്നു. ഏറ്റവും അവസാനം കയറുന്നവർക്കൊരു കുഴപ്പമുണ്ട്, ഏറ്റവും ആദ്യം ചാടേണ്ടത് നമ്മളായിരിക്കും. ഞാനും കല്ലും കൂടി ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ 3 ചൈനക്കാരികളുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അറ്റത്തിരിക്കുന്നു, ഇങ്ങനെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഈ ഫ്ലൈറ്റ് അങ്ങ് മേലേക്ക് ഉയർന്നു. നമ്മളൊരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്കറിയാം, ഇത് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ ഇത് ലാൻഡ് ചെയ്യും. പക്ഷേ ഇത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഫ്ലൈറ്റിൽ നമ്മൾ ഉണ്ടാവില്ല. ആ മാനസികാവസ്ഥയിൽ നമ്മൾ താഴേക്ക് നോക്കും. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ മേലേക്ക് 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 ഇങ്ങനെ ഉയർന്നു പോകും. ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് എത്ര പൊക്കത്തിൽ പൊങ്ങുന്നുണ്ടോ അത്രയും പൊക്കത്തിൽ നിന്ന് വേണം നമ്മളെടുത്ത് ചാടാനെന്ന്. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ മേലേക്ക് എത്തി, ഏതാണ്ട് 15,000 അടി മേലെ എത്തി. ഈ 15,000 അടി മേലെ എത്തുന്ന സമയത്ത് കോക്പിറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഡോർ ഒരൊറ്റയടിക്ക് അങ്ങോട്ട് തുറന്നു. ഒരു ഡിസംബർ മാസമായിരുന്നു. ദുബായ് നല്ല തണുത്ത് മരവിച്ചിരിക്കുന്ന സമയം. ഈ ഡോറ് തുറന്ന വഴിക്കും ആ കാറ്റ് മുഴുവൻ തണുത്തടിച്ച് ഈ ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ലൈറ്റ് മൊത്തത്തിലൊന്ന് ഒലഞ്ഞിട്ട് അതിൻ്റെ യാത്ര തുടരും. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് തുറന്ന് കിടക്കുന്ന ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഡോറുണ്ട്, ഞാൻ ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് ഞാനിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ അവിടെ എനിക്ക് കാണാം ഒരു ഡോറ് തുറന്ന് കിടക്കുന്നത്. ആ ഡോറ് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പതിയെ 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 നടക്കുമ്പോൾ എനിക്കറിയാം, എൻ്റെ കാലൊന്നും വഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാരംസ് ബോർഡിലേക്ക് കോയിൻ വീഴൂലേ, ആ ഒച്ച പോലും ഉണ്ടാവില്ല, നമ്മളങ്ങ് പോവുള്ളൂ. അങ്ങനെ പിടിച്ച് 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 നമ്മളിതിൻ്റെ അകത്ത് ചെന്ന് ഇരിക്കുന്നു. അവർ സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറയുന്നു, നിനക്ക് 2 തവണ നമ്മൾ നിൻ്റെ ഷോൾഡറിൽ തട്ടും. ആദ്യത്തെ തവണ ഷോൾഡറിൽ തട്ടുമ്പോൾ എടുത്ത് ചാടിക്കൊള്ളണം. ആ ഓർമ്മയിൽ നമ്മൾ പതിയെ 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 ഇങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി 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 ചെല്ലും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ താഴെയുള്ള കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി തുടങ്ങും. പാം ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ദുബായിൽ, നിങ്ങൾക്കറിയാം. ആ പാം ഐലൻഡിൻ്റെ കാഴ്ച 15,000 അടി മീതെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ കാണുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടി മുൻപിലേക്ക് കയറി നിൽക്കുന്നു പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി മുമ്പിലേക്ക് കയറി. എൻ്റെ ഞരമ്പൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകും. നമ്മുടെ കാല് സമ്മതിക്കൂല മുന്നോട്ട് പോകാൻ, നമുക്ക് ബ്രെയിൻ ഓർഡർ തരൂല മുന്നോട്ട് പോകാൻ. പക്ഷേ ഇവർ നമ്മളെ പതിയെ പതിയെ തള്ളി 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 ഫ്രണ്ടിലേക്ക് വെക്കും. ഒരു പോയിന്റിൽ എൻ്റെ ഷൂസിൻ്റെ പകുതി ഈ ഡോറിൻ്റെ, നമുക്കറിയാം ഈ ഡോർ ഇങ്ങനെ തറയിലേക്ക് കയറിയിട്ടാണ് ഫ്ലൈറ്റിൻ്റെ, ആ ഡോറിൻ്റെ വെളിയിൽ ഇങ്ങനെ പകുതി നിൽക്കും. ആ സമയത്ത് ഇവിടെ പച്ച ലൈറ്റ് ഓണാവും, ഷോൾഡർ ലൈവുമാർ നമ്മൾ അടിക്കും. പിന്നെ എടുത്തൊരു ചാട്ടാണ്. ബസ്സിൽ പോണ സമയത്ത് ഈ ടിക്കറ്റ് ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? നമ്മളിത് എറിയുന്നിടത്തേക്കല്ല ടിക്കറ്റ് പോവുക, ടിക്കറ്റിൻ്റെ കാറ്റ് അതിൻ്റെ ഇഷ്ടമുള്ള വഴിക്കാണ് കൊണ്ടുപോവുക. അതേപോലെ തന്നെയാണ് ഏതാണ്ട് ഒരു 500 കിലോമീറ്റർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് എടുത്ത് ചാടുമ്പോഴും നിങ്ങളെ കാറ്റ് ഏതൊക്കെയോ വഴിക്ക് ചുഴച്ചുകൊണ്ട് പോകും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തീർന്ന്. നിങ്ങൾക്ക് വിളിക്കാവുന്ന ഏറ്റവും ഉച്ചത്തിൽ നിങ്ങൾ വിളിക്കാവുന്ന ആൾക്കാരെ മുഴുവൻ വിളിക്കും. കണ്ണ് തുറക്കാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് 2ാമത്തെ ഓർഡർ നമുക്ക് വരും. നമ്മുടെ ഷോൾഡറിൽ അവർ തട്ടും. അപ്പോൾ ബനാന പൊസിഷനിൽ വരണം എന്ന് പറയും. തലയും കാലും ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ. ഇനി ഇത് ചെയ്യാത്തത് കൊണ്ട് ചത്തു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഈ ബനാന പൊസിഷനിൽ വരും. അപ്പോൾ നമ്മുടെ വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എയർ കടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും, കണ്ണടച്ച് നിൽക്കുന്ന സമയത്തും. അപ്പോൾ നമുക്ക് തോന്നും ഈ കൈ നേരെ പിടിച്ചാൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടുമായിരിക്കും. നമ്മൾ ഈ വിരലിങ്ങനെ കൂട്ടി പിടിക്കും.
അന്നേരം നമുക്കൊരു ബാലൻസ് വരും. ഈ ബാലൻസ് വരുമ്പോൾ നമുക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം വരും. ആ ധൈര്യത്തിൽ നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ തോന്നും. അങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മൾ കാണും. മുൻപാവും പറഞ്ഞ പോലെ എൻ്റെ താഴെ പാം ഐലൻഡ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നു. അതിലൂടെ പോകുന്ന ഒരു ബോട്ടിൻ്റെ വര. എൻ്റെയും പാം ഐലൻഡിൻ്റെയും ഇടയ്ക്ക് എന്നെ ഷൂട്ട് ചെയ്യാനുള്ളൊരു പെൺകുട്ടി നേരെ ഇങ്ങനെ വന്ന് കോപ്പറ കൊണ്ട് വന്നിട്ട് നമുക്ക് ഫ്ലൈയിങ് കിസ് തരുന്നു. ഞാനിത് ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ എന്ന് നോക്കുന്നു. ഇതാണോ സ്വർഗമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ 15,000 അടിക്ക് മീതെ 56 സെക്കൻഡ് ഫ്രീ ഫോളായിട്ട് നമ്മൾ ചിറക് വിരിച്ചൊരു പക്ഷി നിൽക്കുന്ന പോലെ ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിങ്ങൾ എത്ര ഭയന്നാലും ശരി ആ ഭയത്തിന് ഒരിക്കൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയ ഭയത്തിൻ്റെ 3ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ചുമലിൽ സന്തോഷത്തിൻ്റെ ചിറകുകൾ മുളയ്ക്കും. അതിനെ ഫേസ് ചെയ്യുക, ഫേസ് ചെയ്യുക, ഫേസ് ചെയ്യുക.